ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങാനായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെന്താ, ഇന്നിനി അച്ഛന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനേ ചോറ് വയ്ക്കുന്നില്ല. എന്നും ഈ ചോറ് തന്നെയല്ലേ കൊണ്ടുപോകുന്നേ. അപ്പൊ ഇന്നൊരു മാറ്റം വരുത്താന്ന് വിചാരിച്ചു. ചപ്പാത്തി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. അത് പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെന്താ, നമ്മുടെ മുന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതില് കുറച്ച് കരഞ്ഞ സീനൊക്കെ ആയ കാരണം കൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു കേട്ടാ. എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ ചിരിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം. കരയുന്ന കാണുമ്പോ എന്തോ പോലെ. അത് പിന്നെ നമ്മുടെ 1K സബ് ആയപ്പോഴേ അതിന്റെ ആ ഒരു സന്തോഷത്തില് പെട്ടെന്ന് ഇമോഷനായി പോയതാണ് കേട്ടാ. പിന്നെ ആ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ബോറായി തോന്നിയോ എന്ന് എനിക്കറിയില്ല. സത്യടാ, എനിക്കും എന്റെ മുന്നിൽ അങ്ങനെ കരയുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ അതങ്ങനെ ആയി പോയതാണ്, സോറി. പിന്നെന്താ, അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയ്ക്ക് നമ്മുടെ പുട്ടുകുറ്റിയിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിലേക്ക് പുറത്തുനിന്ന് വരുന്ന വെളിച്ചമാണിത് കേട്ടോ. അത് ക്യാമറയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. മുട്ട വെന്ത് വരുമ്പോഴേക്ക് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇപ്രാവശ്യം വാങ്ങിച്ച സവോളയൊക്കെ ചെറിയ ചെറിയ സവോളകളാണ് കേട്ടോ. അപ്പോൾ തൊലി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ സ്ലൈസർ ഉണ്ടല്ലോ, അതിൽ സവോള കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്ലൈസറിനൊന്നും ഒരുപാട് പൈസയൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ രാവിലത്തെ പണികളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത സാധാ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ട്, നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോയിലൊക്കെ ചേച്ചീനെ കാണിക്കുന്നത് കുറവാന്ന് പറഞ്ഞിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചെറിയൊരു സ്റ്റാൻഡിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. നമ്മുടെ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുമ്പോഴല്ലേ നമ്മളതിനും നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും എന്നെ ചില സമയത്തൊക്കെ കാണാത്ത കേട്ടോ. നമുക്കിനി സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എന്നെ കൂടുതൽ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. വർത്താനം പറയുന്നതിലിടയ്ക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ട റോസ്റ്റ് സെറ്റ്. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് സമയം പോയിട്ടാ. 8:30 ഇതാന്ന് പറയുമ്പോഴേക്കും ആവും. അപ്പോൾ ചപ്പാത്തി മാവൊക്കെ വേഗം കുഴച്ച് അച്ചുവിന് ചെറിയ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാട്ടാ, സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. വലുതാവുമ്പോൾ അവന് ഒരു ഇഷ്ടക്കുറവാണ്. ചെറുതാവുമ്പോൾ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ. അത് കാരണം ഞാൻ ചെറിയ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ കൊടുത്തയക്കും കേട്ടോ. പിന്നെ നല്ല മോള് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾക്ക് ഇനി 4-5 ദിവസം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോൾ അവർ അവിടുന്ന് കയറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളും അവളുടെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് അച്ചു അപ്പുറത്തെ മിററിൽ പോയി നിന്നിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. എനിക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതിൽ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ അതാ ചപ്പാത്തിയൊക്കെ ആയി. അച്ചുവിൻ്റെ ചോറ്റുപാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു. മുട്ട റോസ്റ്റും ഒക്കെ ആക്കി കൊടുത്തു. അവൻ ചപ്പാത്തിയൊക്കെ കഴിച്ചു. അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്കിടിച്ച ഓട്ടത്തിലാണ് കേട്ടോ. പിന്നെ ഇതാ അവൻ്റെ ഫുഡൊക്കെ ബാഗിലാക്കി കൊടുത്തു. ഇത് എന്നും ചെയ്യുന്ന ഓരോ പതിവ് കാര്യങ്ങളാണ് കേട്ടോ. രാവിലത്തെ തിരക്കുണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സ്വസ്ഥതയിൽ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് എൻ്റെ മുഖമൊക്കെ മെലിഞ്ഞത് ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ജിമ്മിന് പോകുന്നതുകൊണ്ട് കാര്യം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് കേട്ടോ.
അച്ചു ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പാട്ട് വയ്ക്കൂട്ടാ. പാട്ട് വെച്ചിട്ട് പിന്നെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതിൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചിലർക്ക് കാണുമ്പോൾ ഒരു കളിയാക്കലായിട്ട് തോന്നാം, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചല്ലേ പറ്റൂ, അത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഇതുപോലെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഓരോ ദിവസം അടിപൊളിയായിട്ട് അങ്ങോട്ട് പോട്ടെ. എന്നും രാവിലെ ഓട്സ് കഴിച്ച് മടുത്ത ഞാൻ ഇന്ന് 2 ചപ്പാത്തിയും കറിയും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ചാടി കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് വേണം നമുക്കിന്ന് മുറ്റത്തേക്കൊന്ന് ഇറങ്ങാണ്ട്. മുറ്റത്തേക്ക് കുറച്ചധികം പണിയുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ തുടച്ചു, പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് നമ്മളിതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തെ വമ്പൻ ചവറിൻ്റെ കൂട്ടമായിരുന്നു കേട്ടോ. അതൊക്കെ അടിച്ചു വാരി ഒരു മുക്കിൽ കൂട്ടാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. എന്നിട്ട് അതൊക്കെ തീയിട്ടു. പിന്നെ ഏതായാലും ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു റീൽ അങ്ങോട്ട് എടുത്തു കേട്ടോ. അവിടെ നിന്നിട്ട് ഇപ്പം പിന്നെ ജോലിക്ക് പോകാത്തവരുടെ ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് എത്ര റീൽ വേണമെങ്കിലും എടുക്കാം, വീഡിയോ വേണമെങ്കിലും എടുക്കാം, ഒക്കെ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ അടിച്ചു വാരി തീയിടലൊക്കെ കഴിഞ്ഞു. ഇനി ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോവാം. ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞു. എന്നിട്ട് വേണം നമുക്ക് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച്. ഇനിയിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മോള് വൈകിട്ടല്ലേ എത്തുള്ളൂ, മോനും വൈകിട്ട് തന്നെ എത്തുള്ളൂ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ചോറൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് റേഷൻ കടയിലൊക്കെ പോകാനുണ്ടായിരുന്നേ, അപ്പോൾ പോവണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നടക്കുമോ എന്നറിയില്ല കേട്ടോ. ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അകടിച്ചോരി തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ തുണി കഴുകിടാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു, പിന്നെ കുറച്ച് നേരം കിടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്കാണ് എണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ 4 മണിക്ക് എണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മോളും വരുന്നുണ്ടല്ലോ, അപ്പം എന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം, ഒരു ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എരമംഗലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ പോയി വന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴേക്കും 4:30 ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് റേഷൻ കടയിൽ പോയില്ല. അപ്പോൾ ഇനി അത് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. വന്ന വഴിക്ക് തന്നെ വേഗം കറിയും ചോറും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ. 4:30 ആകുമ്പോഴേക്കും അച്ചു സ്കൂളിൽ നിന്ന് വരും. പിന്നെ 5 മണിക്ക് എനിക്ക് ജിമ്മിൽ പോകാൻ വേണമല്ലോ. അപ്പോൾ മോള് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പിന്നെ വേഗം ഞാൻ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ വേഗം സവോളൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ക്ലീനാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചില്ല. നമ്മൾ എന്നുണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരം ഇല്ലായിരുന്നല്ലോ. ഒരു 5:15 ആകുമ്പോഴേക്കും എൻ്റെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു, തീ അങ്ങ് ഓഫാക്കി ഇട്ടു കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ നെയ്ച്ചോറ് അങ്ങ് വെച്ചു. കുക്കറിൽ 2 വിസിലടിച്ചപ്പോൾ തീ അങ്ങ് ഓഫാക്കി ഇട്ടു കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് നെയ്ച്ചോറ് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ചോറായിട്ട് നമുക്ക് കിട്ടും. കട്ട പിടിക്കൊന്നുമില്ല കേട്ടോ. അത് കറക്റ്റ് വെള്ളം അതിൻ്റെ വിസിലും ഒക്കെ കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചോറൊക്കെ കിട്ടും. ചിക്കൻ കറി ആയപ്പോഴേ എനിക്ക് ഭയങ്കര വിശപ്പ് വന്നിട്ട്, കാരണം ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ, രാവിലെ ചപ്പാത്തി കഴിച്ചതല്ലായിരുന്നോ. അപ്പോൾ 2 ചപ്പാത്തി എടുത്തിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കറിയും കൂടി എടുത്തിട്ട് നിന്നിട്ട് തന്നെയാണ് കഴിച്ചിട്ടാ. ഇരിക്കാനുള്ള നേരമൊന്നും ഇല്ലായിരുന്നു, ജിമ്മിന് പോകാനുള്ള കാരണം കൊണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചോറ് കണ്ടതുപോലെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ സവോള വറുത്തതും മുന്തിരി വറുത്തതും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് വയ്ക്കുക. എന്നും 5 മണിക്ക് പോകുന്ന ഞാൻ ഇന്ന് 5:30ക്കാണ് ജിമ്മിൽ പോയത് കേട്ടോ. പോയി അവിടെ പോയിട്ട് കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്തു. അപ്പോൾ അവൾ കുന്നംകുളത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6:45 ആയപ്പോഴേക്കും അവളെ എരമംഗലത്ത് എത്തിയിട്ടാണ്. അപ്പോഴേക്കും എൻ്റെ വർക്കൗട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവളെയും കൂട്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി. അവൾ വന്ന വഴിക്ക് മുഖമൊക്കെ കഴുകി എന്നിട്ട് നേരെ കിച്ചണിലോട്ടാണ് വിട്ടത് കേട്ടോ. എന്താണെന്ന് അമ്മ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. ഞാൻ അവളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. മറ്റത് ഇതുണ്ടാക്കണം അതുണ്ടാക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഇപ്രാവശ്യം വരുമ്പോൾ ഒന്നും പറയുകയും ചെയ്തില്ല. പിന്നെ ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ അങ്ങോട്ടും പറയാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ പിന്നെ വേഗം വിശന്ന് വന്ന് നമ്മുടെ ചിക്കൻ കറിയും ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേഗം കഴിക്കാനായിട്ട് വിളമ്പി എടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ. ഭക്ഷണം കഴിച്ച്
കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് പറയും ഇപ്പോഴാണ് ഒരു ആശ്വാസമായതെന്ന്. അപ്പോൾ അവർക്ക് അവിടെ നല്ല ഫുഡ് കിട്ടാണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. പുറത്ത് പോയി പഠിക്കാൻ ചാടി കളിക്കുമ്പോഴേ ഇതൊന്നും ഓർക്കില്ല കേട്ടോ. വീടും വീട്ടുകാരെയും വീട്ടിലെ ഭക്ഷണം എല്ലാം മിസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഒന്നും ആലോചിക്കില്ല, പിന്നീടാണ് അതൊക്കെ ആലോചിക്കുക കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുവച്ചതിന് ശേഷമാണ് അച്ഛന് വിളിക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനോട് ഞാനിവിടെ എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് കോൾ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ പിന്നെ ഇവിടെ അച്ചു ഇല്ലായിരുന്നു. അച്ചുവിന് 6:30 മുതൽ 8 മണി വരെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ പെങ്ങൾ വന്നത്. പിന്നെ ഞാനും കുറച്ച് നെയ്ച്ചോറൊക്കെ എടുത്തിട്ട് ഇന്ന് കഴിച്ചു കേട്ടോ. ചൂടുള്ള നെയ്ച്ചോറൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് കൊതി വരാതിരിക്കുമോ. അപ്പോൾ പിന്നെ ഡയറ്റ് നോക്കിയില്ല, ഇന്ന് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് നാളെ മുതൽ വീണ്ടും ഡയറ്റ് തുടങ്ങാമല്ലോ. തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയ കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട്. നെയ്ച്ചോറും അടിപൊളി, ചിക്കൻ കറി അതിനേക്കാൾ അടിപൊളി എന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ താലോലിച്ച് ഓമനിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന കറിക്കൊന്നും ഇത്രയും ടേസ്റ്റ് ചിലപ്പോൾ കിട്ടാറില്ല. പക്ഷേ ഈ തെക്കും തിരക്കിലൊക്കെ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാവും കേട്ടോ. പിള്ളേരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ തള്ളിയതൊന്നല്ല കേട്ടോ, അടിപൊളി തന്നെയായിരുന്നേ. പിന്നെ 8 മണിയായപ്പോൾ ട്യൂഷൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്ക് പെങ്ങളോടൊന്നും ഉണ്ട് പോലും ചെയ്യാതെ നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ആള്. അപ്പോൾ ഞാനാണെങ്കിലോ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചല്ലോ, അപ്പോൾ അവൻ വന്നിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ കാണാനും ഇല്ല. അവൻ്റെ കഴിക്കലും കൂടി കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്നും ഇതുപോലൊക്കെ തന്നെ, ഒരു മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഓരോ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്